ഇത്രയും ടെൻഷൻ അടിച്ച് എനിക്ക് 8ൻ്റെയും 16ൻ്റെയും പണി കിട്ടിയ ഒരു കേക്കിൻ്റെ പരിപാടി ഇതുവരെ കാണില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ഒരു 1 kg വരുന്ന ടോപ്പ് ഫോർവേഡ് കേക്കാണ്. ഞാൻ ഈ ടോപ്പ് ഫോർവേഡ് കേക്ക് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമായിട്ട് ഇങ്ങനെ ഒരു ഓർഡർ വന്നപ്പോഴത്തേക്ക് ശരിക്കും ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിട്ടോ. സംഭവം ഈ കേക്ക് എന്ന് പറയുന്നത് നമ്മുടെ സരിതേച്ചിയാണ് ഓർഡർ തന്നിട്ടുള്ളത്. ചേച്ചിയുടെ ചേട്ടത്തിയുടെയും ചേട്ടൻ്റെയും വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഈ ഒരു ടോപ്പ് ഫോർവേഡ് കേക്കിൻ്റെ ഡിസൈൻ എനിക്ക് പറഞ്ഞു തന്നത് ഭദ്രയാണ് കേട്ടോ. അപ്പം ഭദ്രയുടെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ അവളാണ് അതിൻ്റെ ഡിസൈനും കൂടെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭദ്ര എൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഈ ഒരു കേക്ക് ഫുള്ള് ചെയ്ത് തീർക്കുന്നവരെ. കാരണം അന്ന് എല്ലാവർക്കും അവധിയും കൂടെ ആയിരുന്നേ. അപ്പോൾ പിന്നെ എന്താ, കേക്കൊക്കെ ഫസ്റ്റ് തന്നെ ചെയ്തു. നല്ല രീതിക്ക് ബേസും സ്പഞ്ചും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സോക്കിങ്ങും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഭദ്ര എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇത്രയും സോക്കിങ് വേണോ? ഞാനേ ഈ ഒരു കേക്ക് ടോപ്പ് ഫോർവേഡ് കേക്കാണെന്നുള്ള രീതി മറന്നിട്ട് നല്ല രീതിക്ക് അങ്ങ് സോക്ക് ചെയ്തു കേട്ടോ. അവസാനം ഈ ഒരു കേക്കിനെ ചരിച്ച് നിർത്താൻ നോക്കിയപ്പോഴാണ് എനിക്ക് നല്ല രീതിക്ക് പണി കിട്ടിയത്. സംഭവം ഇത് കട്ട് ചെയ്തെടുത്ത് ചരിച്ച് നിർത്താൻ നോക്കിയപ്പോഴത്തേക്കും ഓരോ ലെയറുകൾ ഇങ്ങനെ പാളിയായിട്ട് ഇളവി വരുന്നുണ്ടായിരുന്നേ. എനിക്ക് മൊത്തത്തിൽ അങ്ങ് സങ്കടമായിപ്പോയി. ഇത്രയും മെനക്കെട്ട് നമ്മൾ കേക്കിൻ്റെ ഫില്ലിങ്ങും ഒക്കെ കൊടുത്തിട്ട് അവസാനം എന്താ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഗതിയായല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്നാലും പക്ഷെ നമ്മൾ ആ ഒരു വാശിക്ക് രണ്ടാമത് ഒരു കേക്ക് ചെയ്ത് നമ്മൾ എന്തായാലും ടോപ്പ് ഫോർവേഡ് കേക്കായിട്ട് സെറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു വാശിക്ക് ചെയ്തതാണ് രണ്ടാമത്തെ കേക്ക്. പക്ഷേ അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ഇച്ചിരി ചോക്ലേറ്റ് മാത്രമേ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. അതുമാത്രം വെച്ചാണ് ചെയ്തെങ്കിലും കേക്ക് കാണാനായിട്ട് നൈസായിരുന്നേ. ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് പൊള്ളിയായിരുന്നു കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പുറമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു സങ്കടം വന്നെങ്കിലും അവസാനം ഒരു സന്തോഷം വന്നിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.